ഓക്കെ ഗൈസ്, ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് റെട്രോ സിനിമയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇന്ന് റെട്രോ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു, കാണാൻ പോയി. ഇമ്മാതിരി ഒരു ഊളപ്പടം കാണാൻ പാടില്ലായിരുന്നു, പക്ഷെ കണ്ടുപോയി. കാർത്തിക് സുബരാജ്. എനിക്ക് ഈ സിനിമ ജഗമേ തന്തിരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത്. ആ സിനിമ പോലെയൊക്കെ ആവുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു. ജോജു അതിനകത്തുമുണ്ട് ഇതിനകത്തുമുണ്ട്. കാർത്തിക് സുബ്രാജിൻ്റെ ബാക്കി പടങ്ങളൊക്കെ നൈസാണ്, കിടിലമാണ്. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള കുറേ സംഭവങ്ങളൊക്കെ കൊള്ളാം, ഞാൻ പറയാം. മ്യൂസിക് കൊള്ളാം. സന്തോഷ് നാരായണൻ നല്ലൊരു മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അടിപൊളിയായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തോ പലയിടത്തും സ്റ്റോറി നമുക്ക് പ്രഡിക്റ്റബിളാണ്. യൂഷ്വലായിട്ട് ഉള്ളൊരു സ്റ്റോറിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എന്തു പറയാനായിട്ട്, ഭയങ്കര ലാഗാണ്. ഒടുക്കത്തെ ലാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ലാഗാണ്. സൂര്യയുടെ 2 സിനിമയെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ ഇതുവരെയും. ഒന്ന് ഈ റെട്രോ, രണ്ടാമത്തേത് NGK. അയ്യോ, അത് ഇതിലും വലിയൊരു ശോകം. പക്ഷേ ആ സിനിമ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ഇതിനകത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ആക്ടിങ് വൈസ് സൂപ്പറാണ്. ഇപ്പോൾ ജോജി ജോർജ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും പറയേണ്ട കാര്യമില്ല. ആക്ടിങ് ഒക്കെ സൂപ്പറാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഭയങ്കര ലാഗ്, ഓരോ സീനും വലിച്ച് നീട്ടി എവിടെയൊക്കെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. ഒരു സംബന്ധമില്ലാത്ത ഓരോരോ സംഭവങ്ങൾ. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ ഷോട്ട് സംഭവമുണ്ട്. ഒരു ഫസ്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ ഇടയിൽ വരുന്ന സംഭവം. അതിനകത്ത് തന്നെയാണ് ഒരു കല്യാണത്തിൻ്റെ ഒരു സംഭവം കാണിച്ചു തുടങ്ങിയിട്ട് അവിടെ നിന്നൊരു പാട്ട് വരും. പാട്ട് കഴിഞ്ഞിട്ടൊരു സൂര്യയും അതുപോലെ തന്നെ ജോജു ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വരും. അതിനുശേഷം വീണ്ടും ആ പാട്ട്, പിന്നെ ഒരു ഫൈറ്റ്. ഇതെല്ലാം ഒരു സിംഗിൾ ഷോട്ടിലാണ് എടുത്തേക്കുന്നത്. അത് ഒരു വലിയൊരു കാര്യമാണ് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ആ ഒരു ടൈമിംഗ് തെറ്റാതെ എല്ലാവരും അതിനകത്ത് നല്ലപോലെ ചെയ്തിട്ടുണ്ടാവും. 10-100 പേര് ഉള്ളൊരു സീനാണത്. അപ്പോൾ ആ ഒരു സീനും സംഭവം എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും, പക്ഷേ പക്കായിട്ട് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം. ഇത്രയേ ഉള്ളൂ ഈ സിനിമയ്ക്കകത്ത് കാണാനായിട്ട് പറയാനായിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വന്നതെല്ലാം ശോകമാണ്. വെറുതെ ഓരോ സംഭവങ്ങളായിട്ട് എന്തിനാണെന്നറിയാതെ എവിടെ നിന്നോ ഒരു കഥ തുടങ്ങി. ആ കഥ പോകുന്ന വഴിയൊക്കെ നമുക്കറിയാം, പക്ഷേ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഒരു പ്രതീക്ഷ തന്നിട്ട് വീണ്ടും വേറെ എവിടേക്കോ പോവുകയാണ്. അതിനിടയിൽ നല്ല ലാഗ്. ആകപ്പാടെ ഒരു മോശം അനുഭവമാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. സൂര്യയുടെ റെട്രോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഇരുന്ന് തിയേറ്ററിൽ പോയി കണ്ടാൽ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിരുന്ന് ചിരിച്ച് മറിഞ്ഞിട്ട് വരാം. അമ്മാതിരി ചിരിക്കാനായിട്ടൊന്നും ഇല്ല, പക്ഷേ ചിരിച്ച് മറിഞ്ഞിട്ട് വരാം. പിന്നെ ജയറാമിന് വേണ്ടിയിട്ട് എന്തോ ജയറാം ഈ സിനിമയിൽ കിടലായിട്ട് എന്തോ ജയറാമിനെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് കാർത്തിക് സുബരാജ് പറഞ്ഞത്. ഒരുണ്ടായും കൊടുത്തിട്ടില്ല. ജയറാം വീണ്ടും നമ്മുടെ തെലുങ്കിൽ പോയി അപമാനിക്കപ്പെട്ട് തിരിച്ചു വന്നതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. അതിലൊരു മാറ്റവും ജയറാമിന് വന്നിട്ടില്ല. ഇനി ജയറാം ഇനിയും ഇതുപോലത്തെ തമിഴോ തെലുങ്കോ പടങ്ങളിൽ അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. അഭിനയിക്കുമായിരിക്കും, അതല്ലേ ശീലം. എന്തായാലും റെട്രോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സിനിമയായിട്ടാണ് എനിക്ക് ഫീലായത്. പിന്നെ പൂജ വന്നിട്ട് കുഴപ്പമില്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പൂജാട്ടിന് വേണ്ടി വേണമെങ്കിൽ 150 രൂപ ടിക്കറ്റിന്, ഒരു 30 രൂപ വേണമെങ്കിൽ പൂജാട്ടിന് വേണ്ടി മുതലാവും. അല്ലാതെ ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഞാൻ കങ്കുവ കണ്ടില്ല, കങ്കുവയെക്കാളും കൊള്ളാമെന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര് കണ്ടവരൊക്കെ. പക്ഷേ മ്യൂസിക് വൈസ് സൂപ്പറാണ്. ഇപ്പം DOP സൂപ്പറാണ്. ഇതൊക്കെ ഉള്ളൂ ഇതിനകത്ത്. കാർത്തിക് സുബരാജിൻ്റെ ഒരു പടമായിട്ട് നമുക്ക് കാണാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിനിമയെ ഏറ്റെടുക്കാനായിട്ടോ നമുക്ക് പറ്റില്ല. കാരണം അതിന് വേണ്ടിയിട്ട് ഒരു കാർത്തിക് സുബരാജിൻ്റെ ഒന്നും തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇല്ല എന്ന് നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയാം. ജഗമേ തന്തിരം കണ്ടവർക്കാണെങ്കിൽ ജഗമേ തന്തിരം എടുത്ത കാർത്തിക് സുബരാജിൻ്റെ പടം എന്ന രീതിയിൽ വേണമെങ്കിൽ പോയി കാണാം. അല്ലെങ്കിൽ ജിഗർദണ്ഡ XXO അല്ലെങ്കിൽ ജിഗർദണ്ഡയോ പീസയോ പേട്ടയോ ഒക്കെ എടുത്ത്, നമ്മുടെ മഹാനോ ഒക്കെ എടുത്ത് കാർത്തിക് സുബരാജിൻ്റെ ഒരു പടമായിട്ട് പോയി കാണാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ചുമ്മാ ഫ്രണ്ട്സുമായിട്ട് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് പോയിരുന്ന് കാണണം. തിയേറ്ററിനകത്ത് വരുന്ന കൂക്ക് വിളിക്കണം. 2 മണിക്കൂർ 48 മിനിറ്റ് എന്തോ ഉണ്ട് ഈ ഒരു സിനിമ. അത്രയും സമയമൊക്കെ ചുമ്മാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 48 മണിക്കൂറും കട്ട് ചെയ്യേണ്ടതാണ് കുറേ കാര്യങ്ങളുള്ളത്. ചുമ്മാ ഒരു സീന് ചുമ്മാ വലിച്ചു കഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ റെട്രോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം അനുഭവമാണ്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയുക. പിന്നെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇടയിൽ. ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ കോൾ വിളിച്ചിട്ട് പറഞ്ഞ്, എന്തോന്ന് തനിക്കിതുവരെയും വെട്ടം വെച്ചില്ലേ, താൻ ഇതുവരെയും ഇപ്പോഴും സൂര്യയെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണെന്ന് ചോദിച്ചിട്ട്. പക്ഷേ അത് വിളിച്ചതൊരു വിജയ് ഫാനാണ്.
ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, താൻ പിന്നെ എന്തിനാണ് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അത് കണ്ടിട്ടാണ്. ഞാൻ 150 രൂപ കൊടുത്തൊരു സിനിമ കാണുമ്പോഴത്തേക്കും അതൊരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. കാരണം ഞാൻ ക്യാഷ് കൊടുത്ത് സിനിമ കാണുന്നത്, ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളല്ല. ഞാൻ സെലക്റ്റീവായിട്ട് സിനിമകൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ പോയി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് തുടരും കണ്ടായിരുന്നു. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. ഞാൻ എമ്പുരാൻ കണ്ടായിരുന്നു, തുടരും കണ്ടായിരുന്നു. അതുപോലെ തന്നെ റെട്രോ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം സൂര്യയുടെ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് പലതവണയും പലരും പറഞ്ഞതും, അതുപോലെ തന്നെ കാർത്തിക് സുബ്രാജിൻ്റെ പടവും എന്നൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് നിന്നത്. ഞാൻ കാണേണ്ട കുറേ സിനിമകളുടെ ലിസ്റ്റിനകത്ത് റെട്രോയും കാണണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നത്. അല്ലാതെ സൂര്യയോട് എനിക്ക് വേറെ പ്രത്യേകിച്ച് എതിർപ്പോ വിരോധമോ എനിക്കൊന്നുമില്ല. എനിക്ക് സൂര്യയെ ഇഷ്ടമാണ്. പണ്ട് വിജയ് സൂര്യ എന്ന് പറയുമ്പോഴത്തേക്കും വിജയ് അടുത്ത് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു എന്നല്ലാതെ സൂര്യ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് അതിര് തർക്കമോ അല്ലെങ്കിൽ സൂര്യയുടെ മോളെ കെട്ടിച്ചേരാത്തതിൻ്റെ പിണക്കോ അങ്ങനത്തെ ഒന്നും എനിക്കില്ല. അപ്പോൾ എനിക്ക് ആ സിനിമ വർക്കായില്ല. എൻ്റെ കൂടെ വന്നവർക്കും വർക്കായിട്ടില്ല, ആ തിയേറ്ററിനകത്തിരുന്ന് കണ്ടവർക്കും വർക്കായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ കുട്ടിക്ക് മാത്രം എങ്ങനെയാണ് ഈ സിനിമ വർക്കായത്, ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. 5-ന് വേണമെങ്കിൽ ഒരു 2 കൊടുക്കാം, അത് തന്നെ ധാരാളം. വലിയ പ്രതീക്ഷകളായിട്ട് പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇതിനകത്ത് പക്ഷേ ഒന്നുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെറുതെ ഓരോ സീനെടുത്ത് വെച്ച് വലിച്ചു നീട്ടി എന്തൊക്കെ കാട്ടിക്കുട്ടി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് വിചാരിച്ചത്. പിന്നെ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ പോയി കാണുക, അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. നിങ്ങളാരും സിനിമ പോയി കാണരുതെന്നും ഞാൻ പറയുന്നില്ല. സിനിമ കാണേണ്ടതെന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് സിനിമ കാണണമെന്ന് തോന്നി, ഞാൻ പോയി കണ്ടു, എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് സൂര്യ ഇഷ്ടമാണ്, അല്ലെങ്കിൽ കാർത്തിക് സുബ്രാജിനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു സിനിമ കാണണം എന്ന് ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് പറ്റുമെങ്കിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക എന്ന് പറഞ്ഞ് എൻ്റെ തലയ്ക്ക് വരണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ബൈ.